നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതിന് പിന്നാലെ ഇന്ത്യ സുപ്രധാനമായ ഒരു കരാറിൽ ഒപ്പുവെക്കുമെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യാപാര രംഗത്ത് കുതിച്ചുചാട്ടത്തിന് ഇത് ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒമാനുമായുള്ള സൗഹൃദമാണ് ഇന്ത്യ മെച്ചപ്പെട്ട നിലയിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒമാനുമായുള്ള സൗഹൃദം ഇന്ത്യ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. UAE-യുമായി ഇതിനു മുൻപ് സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യ ഒപ്പുവെച്ചിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാരം വലിയ തോതിൽ വർദ്ധിക്കാൻ ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഏറെ സഹായിക്കുകയും ചെയ്തിരുന്നു. ഇതിന് സമാനമായ ഒരു കരാർ തന്നെയാണ് ഇപ്പോൾ ഒമാനുമായും ഇന്ത്യ ഒപ്പുവെക്കാൻ പോകുന്നത്. ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ പോലും ചില സാങ്കേതിക കാരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ഉടൻ തന്നെ ഈ ഒരു സുപ്രധാനമായ തീരുമാനം മോദി കൂട്ടരും എടുക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ നിലവിൽ വരും. ആ സർക്കാരിന്റെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ഒമാനുമായുള്ള കരാറിൽ ഒപ്പുവെക്കുക. ഇറാന്റെയും ഒമാന്റെയും ഇടയിലാണ് ഹോർമുസ് എന്ന കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യാപാര പാത കൂടിയാണ്. ഇവിടെ ഇന്ത്യൻ ചരക്ക് കപ്പലുകൾ സുരക്ഷിതമാക്കാൻ ഒമാനുമായുള്ള സൗഹൃദം ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട കടൽ പാതകളാണ് ചെങ്കടൽ വഴിയും ഹോർമുസ് കടലിടുക്ക് വഴിയും ഉള്ളത്. രണ്ട് പാതകളും അത്രയൊന്നും സുരക്ഷിതവുമല്ല. ഹോർമുസിൽ ഇറാൻ ഇടയ്ക്കിടെ ഭീഷണിയൊക്കെ സൃഷ്ടിക്കാറുമുണ്ട്. ചെങ്കടലിലാവട്ടെ ഇറാന്റെ പിന്തുണയോടുകൂടി ഹൂതികളാണ് അഴിഞ്ഞാടുന്നത്. ഇറാനുമായുള്ള സൗഹൃദം നിലനിൽക്കെ തന്നെ ഹോർമുസുമായുള്ള പാത കൂടി കൂടുതൽ സുഗമമാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ പുതിയ സർക്കാർ ഒമാനുമായുള്ള ഈ സുപ്രധാന ഡീലിൽ ഒപ്പുവെക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.